വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യലായി കുട്ടികൾക്ക് വേണ്ടി വളരെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് എന്നല്ല മുതിർന്നവർക്കും ചോക്ലേറ്റ് വളരെ ഇഷ്ടമല്ലേ? അപ്പോൾ ഫ്രൈഡ് ചോക്ലേറ്റാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒക്കേഷണലി കുട്ടികളുടെ പാർട്ടിയൊക്കെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു വിഭവം തന്നെയാണ് നമുക്ക് ഈ ചോക്ലേറ്റ്, ഫ്രൈഡ് ചോക്ലേറ്റ്. അപ്പോൾ 5 സ്റ്റാർ ആണ് ഏറ്റവും മെൽട്ട് ആവുന്ന ചോക്ലേറ്റ് ആണ് നല്ലത്. ഓക്കെ, ഇനി അതിന് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് മൈദ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. മൈദ പകുതി, കോൺഫ്ലോർ പകുതിയായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഒരു പിഞ്ച് ഉപ്പ്, ഒരു കപ്പ് ഞാൻ എടുത്തിരിക്കുന്ന കപ്പിന് ഒരു കപ്പ് ഞാൻ ഫുള്ളായിട്ട് മൈദ എടുത്തിരുന്നു. പഞ്ചസാര പൊടിച്ചതും ചേർക്കാം. കുറച്ച് നേരം ബാറ്റർ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഗ്രാനുൾസ് ആയിട്ടുള്ള പഞ്ചസാരയാണെങ്കിൽ അലിഞ്ഞ് കിട്ടും. ഇനി വെള്ളമൊഴിച്ച് നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം ആവശ്യമായിട്ടുള്ള തിക്നെസ്സിൽ. ഒരുപാട് ലൂസ് വേണ്ട, നമ്മൾ ബജ്ജി മാവൊക്കെ ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെയുള്ള ബാറ്റർ നമുക്ക് മതിയാവും. അപ്പോൾ നമുക്ക് ബ്രെഡ് കൊണ്ട് ബ്രെഡിൻ്റെ സ്ലൈസസിൽ ആ സൈഡ് ഫ്രൈഡ് ആയിട്ടുള്ള സൈഡൊക്കെ നമുക്ക് അരിഞ്ഞ് കളയണം. എന്നതിന് ശേഷം ബ്രെഡിൽ നിന്നും നമ്മുടെ ചോക്ലേറ്റ്, അതിനകത്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബ്രെഡിനകത്താണ് പൊതിയുന്നത്. അപ്പം ഞാൻ ബ്രെഡ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി കോല് കൊണ്ടൊന്ന് പരത്തി കൊടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് അതിനകത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി റോൾ ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇച്ചിരി പച്ചവെള്ളമോ അല്ലെങ്കിൽ നമ്മളുണ്ടാക്കിയ ബാറ്ററോ വെച്ച് തന്നെ അതിനെ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓപ്പണായി വരില്ല. എന്തായാലും നമ്മൾ ബാറ്ററിൽ ഇത് മുക്കുന്നുണ്ടല്ലോ, അപ്പോൾ തന്നെ അത് കോട്ട് നന്നായിട്ട് കൂടി ബ്രെഡിനകത്ത് നിന്നും ചോക്ലേറ്റ് പുറത്ത് വരാതെ ഇരിക്കും. അപ്പോൾ അത് നല്ലൊരു കോട്ടിങ്ങാണ്. നമ്മളുടെ ഈ കാണുന്ന മൈദയുടെ ബാറ്റർ വരുമ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ചൂടോടെ കഴിക്കണം. അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഒരു സ്റ്റേജ്. ഹോട്ട് ചോക്ലേറ്റ് പോലെ തന്നെ ഫ്രൈഡ് ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ചോക്ലേറ്റ് മെൽട്ടായി ആ ചൂടാവും. പക്ഷെ വായ പൊള്ളിക്കരുത്. കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് നമുക്കൊന്ന് രണ്ടായി പൊളിച്ചതിന് ശേഷം, ഫ്രൈഡ് ആയതിന് ശേഷം നമ്മളൊന്ന് കത്തി കൊണ്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾക്ക് എങ്ങനെ ചൂട് നമ്മുടെ നാവിന് പൊറുക്കാൻ പറ്റുന്നതാണോ എന്നത് നോക്കിയിട്ട് മാത്രം നമ്മൾ ചൂടായ ചോക്ലേറ്റ് നാവിലേക്ക് വെക്കുക. പൊള്ളിക്കരുത്. അപ്പോൾ ഞാൻ എണ്ണ വെച്ചു. റീഫൈൻഡ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ മതി. വെളിച്ചെണ്ണ ഇതിന് അത്ര യോജിക്കുന്ന ഒരു ഓയിലല്ല. അപ്പോൾ എണ്ണ ഏതൊരു ഫ്രൈഡ് ഐറ്റമോ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുമ്പോൾ ഒഴിക്കാറുള്ള പോലെ തന്നെ ഓയിൽ ഒഴിക്കുക. എന്നതിന് ശേഷം ബാറ്ററിലേക്ക് നമ്മുടെ ബ്രെഡ് പതിയെ സ്ലോലി മുക്കി തിരിച്ചും മറിച്ചും എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ബാറ്റർ എത്തിയോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇടുക. അപ്പോൾ ഇട്ട ഉടനെ ഇളക്കരുത്. അത് ബ്രെഡ് ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മളതിനെ ഇളക്കി കൊടുക്കണ്ട. ഇച്ചിരി നല്ലവണ്ണം ഫ്രൈ ആയി വരട്ടെ. എന്നതിന് ശേഷം മാത്രം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നോക്കൂ, ഇപ്പോൾ നമ്മളൊന്ന് തള്ളി കൊടുത്താലും അത് വരില്ല. അപ്പോൾ ഒന്നുകൂടെ ഭാഗങ്ങളൊക്കെ ഫ്രൈ ആവാനുണ്ട്. അപ്പോൾ അകത്തേക്ക് നല്ലവണ്ണം ചൂട് കയറുമ്പോൾ താനെ നമുക്ക് ആ പാനിൽ നിന്ന് അത് വിട്ടുവരും. താഴത്തേക്ക് പോകും. കാരണം വെയിറ്റ് ഉള്ളതല്ലേ. നമ്മുടെ വാഴയ്ക്ക ബജ്ജി പോലെയൊന്നും അത്ര വെയ്റ്റ്ലെസ് അല്ല. ചോക്ലേറ്റിന് കുറച്ചൊരു വെയിറ്റ് ഉണ്ടല്ലോ, അത് കാരണമാണ് താഴത്തേക്ക് പോയി കിടക്കുന്നത്. അത് പക്ഷേ അടി പിടിക്കുകയൊന്നുമില്ല. ചോക്ലേറ്റ് ഇപ്പോഴൊന്നും അത് മെൽറ്റായി പുറത്ത് വരില്ല. നമ്മൾ ബാറ്ററിൽ മുക്കുമ്പോൾ അത് കറക്റ്റായി കോട്ടിങ്ങിൽ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ആ ബാറ്റർ നന്നായിട്ട് പൊതിഞ്ഞ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ബാറ്ററിലേക്ക് മുക്കുന്ന സമയത്ത് തന്നെ ബ്രെഡിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ബ്രെഡ് സൈഡിലൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബാറ്ററും നന്നായി കോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഇങ്ങനെ ആറി തുടങ്ങുമ്പോൾ തന്നെ അത് നല്ലൊരു ടേസ്റ്റാണ്. ഈ 5 സ്റ്റാർ എക്ലെയർ പോലുള്ള, എക്ലെയർ ഞാൻ എടുക്കാതിരുന്നത് കുറച്ച് സൈസും ഒരു
ചെറുതായതുകൊണ്ടാണ്. ഇതാകുമ്പോൾ ആ ലോങ് ഷേപ്പ് കിട്ടും എന്നുള്ളത് കൊണ്ടാണ് 5 സ്റ്റാർ ഞാൻ സെലക്ട് ചെയ്തത്. നല്ല അടിപൊളി ഒരു സ്നാക്കായിരുന്നു. എനിക്ക് കിറ്റ്കാറ്റ് വേഫർ ആണല്ലോ കിറ്റ്കാറ്റിൽ മിക്സ് ചെയ്തിട്ട്, വേഫറിൻ്റെ മേളിൽ ചോക്ലേറ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് ആ ഫ്ലേവറിനേക്കാളും ഇഷ്ടമായത്, അതിൻ്റെ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റിനേക്കാളും ഇഷ്ടമായത് 5 സ്റ്റാർ കൊണ്ട് ചെയ്തപ്പോഴാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ അത് ഏതാണ് നമ്മൾക്ക്, അപ്പോൾ രണ്ടും ചെയ്തു നോക്കുക. കിറ്റ്കാറ്റ് വെച്ചിട്ടും അതേപോലെ 5 സ്റ്റാറിൻ്റെ ചോക്ലേറ്റ് വെച്ചിട്ടും ഒക്കെ ചെയ്ത് നോക്കുക. ഇനിയെല്ലാം ഷേപ്പ് കുറവ് മതിയെന്നുണ്ടെങ്കിൽ എക്ലെയറും ഉപയോഗിക്കാവുന്നതാണ്. ഡാർക്ക് ചോക്ലേറ്റ് അല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് നല്ലതായിരിക്കും. വൈറ്റ് ചോക്ലേറ്റ് അത്ര അങ്ങ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതിലും ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതേപോലെ ഷെയർ ചെയ്യൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരും. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ റെസിപ്പീസ് എല്ലാം. ഓക്കെ, ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ലോങ് വീഡിയോ ആവും എല്ലാം ഫ്രൈ ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും. വളരെ കുറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായാൽ പോരെ. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തു. അപ്പോൾ ചോക്ലേറ്റ് നല്ല ഡാർക്ക് കളർ ആയതുകൊണ്ട് അത് മെൽറ്റ് ചെയ്ത് വരുന്നത് അറിയാൻ പറ്റുന്നില്ല. ശരിക്കുമുള്ള ആ ഒരു ഷേപ്പൊക്കെ അപ്പോൾ മാറി. അപ്പോൾ നല്ലോണം മെൽറ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫ്രൈഡ് ചോക്ലേറ്റ്. എല്ലാവരും ട്രൈ ചെയ്യൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.